ഹായ് ഓൾ. നമ്മൾ സീഡ് ഡോർമൻസിയെക്കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നും പിന്നെ സീഡ് ഡോർമൻസി എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അതിൻ്റെ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ടില്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സീഡ് പ്രൊഡക്ഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സീഡ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ സീഡ് പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജനറ്റിക് പ്യൂരിറ്റി എന്നും ഫിസിക്കൽ പ്യൂരിറ്റി എന്നൊക്കെ കുറേ സ്ഥലത്ത് കേട്ടു അല്ലേ. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണ്? ഫിസിക്കൽ പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ള വീഡ് സീഡുകളോ അല്ലെങ്കിൽ ഇന്നേർട്ട് മാറ്ററുകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സീഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതാണല്ലേ ഫിസിക്കൽ പ്യൂരിറ്റി. അത് കളഞ്ഞു കിട്ടുന്നതിനെയാണ് നമ്മൾ ഫിസിക്കലി 100% പ്യുവർ ആണെന്ന് പറയല്ലേ. അപ്പോൾ ജനറ്റിക് പ്യൂരിറ്റി എന്താണ്? അത് ജീൻ ലെവൽ അല്ലേ, അതായത് അതിൻ്റെ ജനറ്റിക് ലെവലിൽ 100% പ്യുവർ ആണോ, അല്ലെങ്കിൽ മറ്റുള്ള ചെടികളിൽ നിന്നൊക്കെയുള്ള നമുക്ക് വേണ്ടാത്ത അൺഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് നമ്മുടെ സീഡിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ജനറ്റിക് പ്യൂരിറ്റി കൊണ്ട് വ്യക്തമാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫിസിക്കൽ പ്യൂരിറ്റി ആണോ ജനറ്റിക് പ്യൂരിറ്റി ആണോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാട്? ജനറ്റിക് പ്യൂരിറ്റി ആണല്ലേ. കാരണം എന്താണ്? ജീൻ ലെവലായതുകൊണ്ട് തന്നെ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ജനറ്റിക് പ്രിൻസിപ്പിൾസ് ഓഫ് സീഡ് പ്രൊഡക്ഷൻ. സീഡ് പ്രൊഡക്ഷൻ്റെ ജനറ്റിക് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കാരണം എന്താണ്? അതാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം അല്ലേ. കാരണം നമ്മളിപ്പോൾ ഒരു സീഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ സീഡിന് നിശ്ചിതമായിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലേ. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ജീൻസ് ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് കറക്റ്റായിട്ട് വരണം അല്ലേ. അതായത് പോളിനേഷനൊക്കെ കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കിട്ടുന്ന സീഡിന് നമ്മൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തപ്പെടണം. അങ്ങനെ എത്തപ്പെടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജനറ്റിക് പ്യൂരിറ്റിയും ഫിസിക്കൽ പ്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യണം. ഫിസിക്കൽ പ്യൂരിറ്റി നമുക്ക് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും അല്ലേ. പക്ഷേ ജനറ്റിക് പ്യൂരിറ്റി ആണെങ്കിലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കെയർ എടുക്കണം, പ്രിക്കോഷൻസ് എടുക്കണം. അത് ആ ഒരു ജനറ്റിക് ഇംപ്യൂരിറ്റി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനുള്ള കെയർ എടുക്കണം അല്ലേ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സീഡ് ടെസ്റ്റിങ്ങിന് പോകുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ജനറ്റിക് പ്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജനറ്റിക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ സീഡ് റിജക്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സീഡിൻ്റെ ജനറ്റിക് പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ജനറ്റിക് പ്രിൻസിപ്പിൾ നമുക്കൊന്ന് നോക്കാവേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ പറയുന്നത് ഡിറ്റീരിയേഷൻ ഓഫ് വെറൈറ്റി. അതായത് നമ്മുടെ ഏത് സ്പീഷീസ് അല്ലെങ്കിൽ ഏത് വെറൈറ്റിയാണോ നമ്മൾ എടുക്കുന്നത് ആ വെറൈറ്റിയുടെ ഡിറ്റീരിയറേഷൻ, അതായത് അത് ആ ഒരു വെറൈറ്റി ചീത്തയായി പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് ലെവലിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജനറ്റിക് പ്യൂരിറ്റി ഓഫ് എ വെറൈറ്റി ക്യാൻ ഡിറ്റീരിയറേറ്റ് ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ സൈക്കിൾ. അതായത് നമ്മുടെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈക്കിളിന്, അതായത് സീഡ് സോ ചെയ്ത് നമ്മൾ പല പല ഘട്ടത്തിലൂടെ കടന്നുപോയി സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സൈക്കിളിൻ്റെ ഇടയിൽ പല ഫാക്ടേഴ്സ് കാരണം അല്ലെങ്കിൽ പല കാരണങ്ങൾ കാരണം നമ്മുടെ സീഡിന് ജനറ്റിക് പ്യൂരിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ജീൻ കണ്ടൻറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ വരാം അല്ലേ. അപ്പോൾ അങ്ങനെ വേരിയേഷൻ വരാനായിട്ട് ഇവിടെ കുറച്ചൊരു 4 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് അപ്പറൻറ്റ് ആൻഡ് റിയൽ ഡിറ്റീരിയേഷൻ ഓഫ് വെറൈറ്റീസ് ആർ ഡെവലപ്മെൻറ്റൽ വേരിയേഷൻ, മെക്കാനിക്കൽ മിക്സ്ചേഴ്സ്, മ്യൂട്ടേഷൻസ് ആൻഡ് നാച്ചുറൽ ക്രോസിംഗ്. അപ്പോൾ നമുക്ക് ഇവയെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഡെവലപ്മെൻറ്റൽ വേരിയേഷൻ. Developmental variation. When the seed crops are grown in difficult environment, the developmental variation may arise sometimes as differential growth response. അപ്പോൾ പല തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ വളരുന്ന ചെടികൾക്ക് എന്തുണ്ടാവും? അതെ, ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരേ രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷനിലാണ് ആ ചെടികൾ വളരുന്നതെങ്കിൽ ഓക്കെ, അവർക്ക് ഒരേ തരത്തിലുള്ള ജനറ്റിക് പ്യൂരിറ്റി അല്ലെങ്കിൽ ജനറ്റിക് മേക്കപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ അവ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള എൻവയോൺമെൻറ്റിൽ വളരുന്നവർക്ക് അതിലേതായിട്ടുള്ള
ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് സോയിൽ ആൻഡ് ഫെർട്ടിലിറ്റി കണ്ടീഷൻസ്. അപ്പോൾ നോക്കിയാൽ നമുക്കറിയാം അസിഡിക് സോയിൽസിനെ കുറിച്ചും ആൽക്കലി സോയിൽസിനെ കുറിച്ചൊക്കെ അറിയാം അല്ലേ. എന്താണ് അസിഡിക് സോയിലും ആൽക്കലി സോയിലും എന്നൊക്കെ പറഞ്ഞാൽ, അസിഡിക് സോയിൽ എന്ന് വെച്ചാൽ നമ്മുടെ സോയിലിൻ്റെ pH കുറവായിരിക്കും അല്ലേ, 7ൽ താഴെ ആയിരിക്കും, അത് അസിഡിക് റേഞ്ചിൽ വരുന്നതാണ്. ഇനി ആൽക്കലി സോയിൽസ് ആണെങ്കിലോ 7ന് മുകളിൽ pH റേഞ്ച് ഉള്ളതായിരിക്കും അല്ലേ, അപ്പോൾ ആൽക്കലി സോയിൽസ് ആയിരിക്കും. അപ്പോൾ അത് രണ്ടും എക്സ്ട്രീം കണ്ടീഷൻസ് ആണ്, രണ്ടും ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണ്. അപ്പം ആ രണ്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസിലും വളരുന്ന ചെടിയുടെ ജീൻ ലെവലിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി കണ്ടീഷൻസ്, അതായത് നമ്മുടെ സോയിൽ എത്രമാത്രം ഫെർട്ടൈലാണെന്ന്. ഇപ്പോൾ കുറച്ച് ചെടി എല്ലാവിധ ന്യൂട്രിയൻസും അഡക്വേറ്റഡ് അല്ലെങ്കിൽ ഒപ്റ്റിമം ലെവലിൽ പ്ലാന്റ്സിന് കിട്ടുന്ന രീതിയിലാണ് വളരുന്നത്. പക്ഷേ മറ്റൊരു സ്ഥലത്ത് നമ്മൾ സെയിം ക്രോപ്പ് തന്നെ നടുകയാണ്, പക്ഷേ അവിടെ എന്താണ്, അവിടെ ഇത്തരത്തിലുള്ള ഒന്നെങ്കിൽ നൈട്രജൻ ഒട്ടും കാണില്ല, അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഒരു തരത്തിലുള്ള പ്രൈമറി ന്യൂട്രിയൻ്റ് അതായത് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഇവയൊക്കെ ലെസ്സായിരിക്കാം. അങ്ങനെയൊക്കെ വിവിധതരം കണ്ടീഷനിൽ വളരുന്നവർ മൊത്തം ഒപ്റ്റിമമായി എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന ആളും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവയുടെ തമ്മിലുള്ള ജീൻ ലെവലിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ നോക്കിയേ ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് കണ്ടീഷൻസ്, പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ വളരുന്നവർക്കും ജീൻ ലെവലിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അണ്ടർ ഡിഫറെൻറ്റ് ഫോട്ടോ പീരീഡ്സ്, അതായത് ലൈറ്റിൻ്റെ അവൈലബിലിറ്റി, ഈ ചെടിക്ക് ലൈറ്റ് എത്രമാത്രം കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ചെടികൾക്ക് കുറച്ച് ഡ്യൂറേഷനിൽ മാത്രമേ ലൈറ്റ് കിട്ടുന്നുള്ളൂ, ചിലർക്ക് ഫുൾ ഡേ ലെങ്ത്തിൽ ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും അവിടെ ജനറ്റിക് വേരിയേഷൻ ഉണ്ടായിരിക്കാം. പിന്നെ ഡിഫറെൻറ്റ് എലവേഷൻ ഓഫ് സെവറൽ കോൺസിക്യൂട്ടീവ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ തലമുറകൾ കടന്നു വരുമ്പോൾ എന്തുണ്ടാവും, ജീൻസിൽ ഡിഫറൻസിയേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസിൽ, അതായത് എക്സ്ട്രീം ഡിഫിക്കൽട്ട് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലൊക്കെ വളരുമ്പോൾ ജീനിന് പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റൽ വേരിയേഷൻ. To avoid that, it is advisable to grow them in their areas of adaptation and growing seasons. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ വേരിയേഷൻ കാരണം ജീനിൽ വേരിയേഷൻ ഉണ്ടാവാതിരിക്കാൻ അഡ്വൈസ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാണ് എന്താണ്, ആ ചെടിയുടെ അഡാപ്റ്റേഷൻ ഏരിയയിൽ തന്നെ ആ ചെടിയെ നടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെടി ഏത് കണ്ടീഷനിലാണോ അഡാപ്റ്റഡ് ആയിരിക്കുന്നത്, നമ്മൾ കേട്ടിട്ടില്ലേ ചില വെറൈറ്റീസ്, നെല്ലിൻ്റെയൊക്കെ ചില വെറൈറ്റീസ് അസിഡിക് സോയിലിൽ നന്നായിട്ട് വളരുന്നതായിരിക്കും, പക്ഷെ അവർ ആൽക്കലി സോയിൽസിൽ അങ്ങനെ നന്നായിട്ട് വളർത്തുന്നുണ്ടാവില്ല. ചില വെറൈറ്റീസ് ആൽക്കലി സോയിൽസിൽ നന്നായിട്ട് അതായത് ആ കണ്ടീഷനിലേക്ക് അഡാപ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഏരിയാസ് ഓഫ് അഡാപ്റ്റേഷൻ, ഏത് ഏരിയയിലാണോ അവ കൂടുതലായി അഡാപ്റ്റ് ചെയ്ത് വളരാൻ സാധ്യതയുള്ളത് അത്തരത്തിലുള്ള ഏരിയാസിൽ വേണം ചെടികൾ നടാൻ. പിന്നെ ഗ്രോയിങ് സീസൺസ്, അതായത് അവ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഗ്രോയിങ് സീസൺസിൽ വേണം നടാനായിട്ട്. അങ്ങനെ നമുക്ക് ഡെവലപ്മെൻറ്റൽ വേരിയേഷൻസ് കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്ത ആളാണ് മെക്കാനിക്കൽ മിക്സ്ചേഴ്സ്. മെക്കാനിക്കൽ മിക്സ്ചേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ജനറ്റിക് പ്യൂരിറ്റി അല്ലെങ്കിൽ ജനറ്റിക് ലെവലിൽ വേരിയേഷൻസ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വെറൈറ്റി ഡിറ്റീരിയേഷൻ ഡ്യൂറിങ് സീഡ് പ്രൊഡക്ഷൻ. സീഡ് പ്രൊഡക്ഷൻ്റെ സമയത്ത് എന്താ പറയുക, ഏറ്റവും കൂടുതൽ വെറൈറ്റി ഡിറ്റീരിയേഷൻ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സോഴ്സാണ് മെക്കാനിക്കൽ മിക്സ്ചേഴ്സ്. മെക്കാനിക്കൽ മിക്സ്ചേഴ്സ് മേ ഓഫൺ ടേക്സ് പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് സോയിങ്. അപ്പോൾ മെക്കാനിക്കൽ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, എന്തോ ഒരു മിക്സിങ് അപ്പാണ്, അതായത് മറ്റൊരു സ്പീഷീസിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു വെറൈറ്റിയുടെ ജീന് നമുക്ക് ആവശ്യമുള്ള പ്രൊഡ്യൂസ് ചെയ്യേണ്ട സീഡിൻ്റെ ജീനുമായി കൂടിക്കലർന്ന് മിക്സറായി പോകുന്നതിനെയാണ് ഈ കണ്ടീഷൻ പറയുന്നത്. അതെങ്ങനെയാണ് ഈ മിക്സ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അറ്റ് ദ ടൈം ഓഫ് സോയിങ്ങിലായിരിക്കും കൂടുതലായി കാണപ്പെടുന്നതെന്ന്. അപ്പോൾ ഇഫ് മോർ ദാൻ 1 വെറൈറ്റി ഈസ് സോൺ വിത്ത് സെയിം ഡ്രിൽ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സീഡ് നടാൻ പോവാണെന്ന് കരുതുക. എന്ത് വെച്ചിട്ടാണ്, സീഡ് ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സീഡ് നടുന്നതെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് പോയിട്ട് സീഡ് ഡ്രില്ല് വെച്ചിട്ട് നമ്മുടെ സീഡ് സോ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇന്നലെ ആ സെയിം സീഡ് ഡ്രില്ല് വെച്ചിട്ട്
വേറെ ഏതോ ഒരു വെറൈറ്റി മറ്റൊരാൾ നട്ടിരുന്നു. അപ്പോൾ ആ ഇന്നലെ നട്ട സീഡിൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും റെമിനൻസ് അല്ലെങ്കിൽ 1, 2, 3 സീഡുകൾ ആ ഡ്രില്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ആവശ്യമുള്ള വെറൈറ്റി നടുമ്പോൾ ആ സീഡ് കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിപ്പോവും? മിക്സായിപ്പോവും. ആൻഡ് ദ വോളണ്ടിയർ പ്ലാന്റ്സ് ഓഫ് ദി സെയിം ക്രോപ്പ് ഇൻ ദി സീഡ് ഫീൽഡ്. വോളണ്ടിയർ പ്ലാന്റ്സ് എന്താണെന്നറിയാമോ? പ്ലാന്റ്സ് നമ്മൾ ഫീൽഡിൽ നടുവല്ലേ, നമുക്ക് ആവശ്യമുള്ള സീഡിൻ്റെ കിട്ടേണ്ട പ്ലാന്റ് നമ്മൾ നടും. പക്ഷേ ഒരു ഫാർമർ അയാൾ ആവശ്യത്തിനായി നടുന്നതല്ലാണ്ട് ആ ഫീൽഡിൽ മുളച്ച് വരുന്ന ചെടികളൊക്കെയാണ് നമ്മൾ വോളണ്ടിയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീൽഡിൽ നമ്മളിപ്പോൾ പയർ നടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ പാടത്ത് എവിടെന്നെങ്കിലും മറ്റൊരു പയറിൻ്റെ വിത്ത് വന്ന് വീണ് ഒരു പ്ലാന്റ് സ്വന്തമായി മുളച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നടുന്ന ആ സർട്ടിഫൈഡ് സീഡിൻ്റെ പ്ലാന്റും ഇങ്ങനെ വന്ന് വീണ വോളണ്ടിയറായിട്ട് മുളച്ച് വന്ന ആ പ്ലാന്റും തമ്മിൽ എന്താവും? ജീനിൻ്റെ മിക്സർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ. ഇനി ത്രൂ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഗ്രോൺ ഇൻ അഡ്ജസൻറ്റ് ഫീൽഡ്. അപ്പോൾ നമ്മളൊരു ഫീൽഡിൽ നമ്മുടെ സീഡ് നട്ടു. അപ്പോൾ അടുത്ത് അതിൻ്റെ തന്നെ വെറൈറ്റീസിലുള്ള വേറെ ഏതെങ്കിലും സീഡുകളൊക്കെ നട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോളിനേഷൻ നടന്ന് ജീൻസ് തമ്മിൽ മിക്സറായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഐസൊലേഷൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയാറില്ലേ. അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ആൻഡ് സീഡ് പ്രൊഡ്യൂസ് ഓഫ് ഓൾ ദ വെറൈറ്റീസ് ആർ കെപ്റ്റ് ഓൺ ദ സെയിം ത്രഷിംഗ് ഫ്ലോർ. ദ റിസൾട്ട്സ് ഇൻ കൺസിഡറബിൾ വെറൈറ്റൽ മിക്സ്ചർ. അപ്പം നോക്കിയേ, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത സീഡ്, അപ്പം എനിക്കിപ്പോൾ ഒത്തിരി പാടമുണ്ടെന്ന് കരുതുക. അപ്പോൾ ഞാൻ ആ പാടത്തു നിന്നൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നതെല്ലാം ഒരേ ത്രഷിംഗ് ഫ്ലോറിൽ ഞാനപ്പോൾ എല്ലാം ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ അടുത്തടുത്താണ് കൊണ്ടുവെക്കുക എന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന എനിക്ക് ആവശ്യമുള്ള സീഡ് തൊട്ടപ്പുറത്ത് കിടക്കുന്നവരുമായിട്ടൊക്കെ മിക്സായി പോകാൻ ചാൻസ് ഉണ്ടല്ലേ. പിന്നെയോ ഇനി ഈ മെക്കാനിക്കൽ മിക്സ്ചേഴ്സിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കാവേ. To avoid this sort of mechanical contamination, it would be necessary to rock the seed field and practice the utmost care during the seed production, harvesting, threshing and further handling. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെക്കാനിക്കൽ മിക്സേഴ്സ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അവിടെ എന്തെങ്കിലും വോളണ്ടിയർ പ്ലാന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ ഐഡൻറ്റിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് അവയെ റോഗ് ചെയ്ത് ആ ഫീൽഡിൽ നിന്ന് മാറ്റുക. പിന്നെ എന്ത് ചെയ്യാം? സീഡ് പ്രൊഡക്ഷൻ നടക്കുന്ന ആ സീഡ് പ്രൊഡക്ഷൻ്റെ എല്ലാ പ്രോസസ്സിങ്ങിലും, ഹാർവെസ്റ്റിങ്ങിലും, ത്രഷിങ്ങിലും, പിന്നെ ഫർദർ ഹാൻഡിലിങ് എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടോ ആ പ്രോസസ്സിലൊക്കെ നമ്മൾ മറ്റൊന്നും മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കെയർ കൊടുക്കണം. ഇനി മൂന്നാമത്തെ ആളാണ് മ്യൂട്ടേഷൻസ്. മ്യൂട്ടേഷനെ കുറിച്ച് നമുക്കറിയാം അല്ലേ, എന്താണ്? സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണല്ലേ. എന്തിനാണ്? ജീൻസിൽ വരുന്ന സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്, പെട്ടെന്ന് ജീൻസിലുണ്ടാവുന്ന ഒരു ചേഞ്ച്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും അല്ലേ. മ്യൂട്ടാജൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ മ്യൂട്ടേഷൻ സംഭവിക്കാൻ കാരണമാകുന്ന ഏജൻസിനെയാണ് മ്യൂട്ടാജൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും മ്യൂട്ടേജൻസ് വരുമ്പോൾ മ്യൂട്ടേഷൻ സംഭവിക്കാൻ കാരണമാകുന്നു. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ സീരിയസ് ഫാക്ടർ ഓഫ് വെറൈറ്റൽ ഡിറ്റീരിയറേഷൻ. അപ്പോൾ ഈ മ്യൂട്ടേഷൻ ഒരു ചെടിയിൽ സംഭവിച്ച് ജീൻസിന് പ്രശ്നം വരിക എന്നുള്ളത് വളരെ ലെസ് ചാൻസ് ആയിരിക്കും. വളരെയധികം കുറഞ്ഞ ചാൻസിൽ മാത്രമേ മ്യൂട്ടേഷൻ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് എ സീരിയസ് ഫാക്ടർ ഓഫ് വെറൈറ്റൽ ഡിറ്റീരിയറേഷൻ എന്ന് പറയാൻ കാരണം. ഇൻ ദ മെജോറിറ്റി ഓഫ് ദ കേസസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ഓർ ഡിറ്റക്ട് മൈനർ മ്യൂട്ടേഷൻ. അപ്പോൾ നോക്കിയേ, മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്, അതായത് മൈനറായിട്ടുള്ള മ്യൂട്ടേഷൻസ് ചെടികളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പിന്നീട് STL സീഡ് ടെസ്റ്റിംഗ് ലാബിലൊക്കെ പോയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ നമ്മുടെ പ്ലാന്റിൽ മൊത്തം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു എന്ന് നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ വലിയ ലെവലിലൊക്കെയാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ ആ ചെടിയിൽ തന്നെ വിസിബിളായിരിക്കും, നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ചെറിയ തോതിലാണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും
അതിന് എന്താ പറയുക, അതിനെ റോഗ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രിവെൻറ്റീവ് എടുക്കണമെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇനി നാലാമത്തെ ആളാണ് നാച്ചുറൽ ക്രോസിംഗ്. നാച്ചുറൽ ക്രോസിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇൻ സെക്ഷലി propagated crops, natural crossing is another most important source of varietal deterioration. Okay, സെക്ഷലി പ്രൊപ്പഗേറ്റഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റഡും സെക്ഷലി പ്രൊപ്പഗേറ്റഡും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റഡ് ആണെങ്കിൽ എന്താണ്, പ്ലാന്റ് പാർട്സ് ഒക്കെ മുറിച്ച് നടുന്നതാണ് അല്ലേ. സെക്ഷലി പ്രൊപ്പഗേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും പോളിനേഷൻ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഫെർട്ടിലൈസേഷൻ നടന്ന് ആ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായി കിട്ടുന്ന സീഡിനെ നമ്മൾ നട്ട് പുതിയ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന ക്രോപ്സിനെയാണ് സെക്ഷലി പ്രൊപ്പഗേറ്റഡ് ക്രോപ്സ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ എന്ത് സംഭവിക്കാമെന്നറിയാമോ? നമുക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള രണ്ട് പ്ലാന്റ് തമ്മിലാണ് പോളിനേഷൻ നടന്ന് സീഡ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സീഡ് കിട്ടുന്നതെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ മറ്റൊരാളുമായിട്ടാണ് എന്താ പറയുക പോളിനേഷൻ നടക്കുന്നത്, മറ്റൊരു നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഡിസൈറബിൾ അല്ലാത്ത ഒരു പ്ലാന്റുമായിട്ടാണ് ഈ പ്ലാന്റിൻ്റെ പോളിനേഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സീഡ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല അല്ലേ. അതായത് നമ്മൾ നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു ക്രോസിങ് പ്രോസസ്സാണത്. അപ്പോൾ അങ്ങനെ നടക്കുന്നതിനെയാണ് നാച്ചുറൽ ക്രോസിങ് എന്ന് പറയുക. ഇത് ഒരു വെറൈറ്റൽ ഡിറ്റീരിയേഷന് കാരണമാകും. കാരണം നമുക്ക് ആവശ്യമുള്ള പോളൻ ഗ്രെയിൻ കിട്ടേണ്ട ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ പോളൻ ഗ്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓവ്യൂളിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സീഡ് കിട്ടത്തുള്ളൂ. പക്ഷെ മറ്റൊരാളുടെ പോളൻ ഗ്രെയിൻ ആണ് നമ്മുടെ ഈ ഫീമെയിൽ പ്ലാന്റിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സീഡിന് എന്തായിരിക്കും, നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കത്തില്ല. It is due to integration of genes from unrelated stocks which can only be solved by prevention. അപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവിടെ ഇങ്ങനെ മറ്റൊരാളിൽ നിന്ന്, അതായത് എൻട്രി ഓഫ് എ ജീൻ ഫ്രം വൺ സ്പീഷീസ് ടു അനദർ, അതായത് മറ്റൊരു സ്പീഷീസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെറൈറ്റിയിൽ നിന്ന് ഒരു ജീന് നമുക്ക് ആവശ്യമുള്ള ആളിലേക്ക് കടന്നുകൂടുകയാണല്ലേ ചെയ്യാം. നമ്മൾ പഠിച്ചതല്ലേ എങ്ങനെയാണ് ഒരു സീഡ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചില്ലേ? പോളിനേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പോളൻ ഗ്രെയിൻ, ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ വന്നിട്ട് നമ്മുടെ ആവശ്യമുള്ള ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വന്നിരിക്കുന്നു. അവിടെ നിന്ന് താഴേക്കൊരു പോളൻ ട്യൂബ് വരുന്നു. പോളൻ ട്യൂബിൽ ആരുണ്ടായിരിക്കും? 2 മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മെയിൽ ഗ്യാമീറ്റ്സ് എവിടെ നിന്ന് വരുന്നതാ? പോളൻ ഗ്രെയിനിൽ നിന്നല്ലേ. അവർ വന്നിട്ട് നമ്മുടെ ഫീമെയിൽ ഫ്ലവറിൻ്റെ പോളാർ ന്യൂക്ലിയയിലും എക്സെല്ലിലും ഒക്കെ ഫ്യൂസ് ചെയ്തിട്ടാണ് 2 ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സീഡ് ഉണ്ടാവുന്നത് അല്ലേ. ഓർമ്മയുണ്ടോ ഇതൊക്കെ പഠിച്ചത്? ഓർമ്മയില്ലേ ആർക്കും? അപ്പോൾ ഈ 2 മെയിൽ ഗ്യാമീറ്റ് എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ പോളൻ ഗ്രെയിനിൽ നിന്നല്ലേ. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ മെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നതിൽ എന്തുണ്ടായിരിക്കും? ജീൻ ഉണ്ടായിരിക്കും അല്ലേ, DNA ഉണ്ടായിരിക്കും. ആ DNA-യും നമ്മുടെ എക്സെല്ലിലുള്ള ഫീമെയിൽ പ്ലാന്റിലുള്ള DNA-യുമായി ചേർന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി സീഡ് കിട്ടേണ്ടതാണ്. അപ്പോൾ മറ്റൊരാളുടെ പോളൻ ഗ്രെയിൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഡിസൈറബിളായിട്ട് കിട്ടേണ്ട പോളൻ ഗ്രെയിനേക്കാളും വ്യത്യസ്തമായ DNA ആയിരിക്കില്ലേ മറ്റൊരാളുടെ പോളൻ ഗ്രെയിനുണ്ടാവുക. അപ്പോൾ അയാളുടേതാണ് വന്ന് ഫ്യൂസ് ചെയ്യുന്നതെങ്കിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനുകൾ കിട്ടാതെ പോകും അല്ലേ. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നാച്ചുറൽ ക്രോസിങ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. നാച്ചുറൽ ക്രോസിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ഫോളോയിങ് 3 റീസൺസ്. 3 റീസൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ ക്രോസിങ് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതിന് 3 റീസൺസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തേതാണ് നാച്ചുറൽ ക്രോസിങ് വിത്ത് അൺഡിസൈറബിൾ ടൈപ്സ്, നാച്ചുറൽ ക്രോസിങ് വിത്ത് ഡിസീസ്ഡ് പ്ലാന്റ് ടൈപ്സ് ആൻഡ് നാച്ചുറൽ ക്രോസിങ് വിത്ത് ഓഫ് ടൈപ്പ് പ്ലാന്റ്സ്. നോക്കിയേ, നാച്ചുറൽ ക്രോസിങ് എന്താണെന്ന് മനസ്സിലായില്ലേ? പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ വന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സീഡ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും തമ്മിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ മെയിൽ, അതായത് പോളൻ ഗ്രെയിൻ തരുന്ന വ്യക്തി
മറ്റൊരാളായി മാറുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നാച്ചുറൽ ക്രോസിങ്ങിലൂടെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സീഡ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി അല്ലാത്തൊരു സീഡായിരിക്കും അല്ലേ കിട്ടുന്നത്. അപ്പോൾ നോക്കി, അൺഡിസൈറബിൾ ടൈപ്പ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ടൈപ്പിലുള്ള ആളിൽ നിന്ന് പോളൻ ഗ്രെയിൻ കിട്ടി നാച്ചുറൽ ക്രോസിങ് നടക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് വെറൈറ്റൽ ഡിറ്റീരിയേഷൻ ഉണ്ടാവാം. പിന്നെ ഡിസീസ്ഡ് പ്ലാന്റുമായിട്ടാണ് നാച്ചുറൽ ക്രോസിങ് നടക്കുന്നതെങ്കിൽ ഓഫ് ടൈപ്പ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത പ്ലാന്റ്, അതായത് നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടല്ലോ, ആ ടൈപ്പ് അല്ലാത്ത മറ്റൊരു ടൈപ്പിലുള്ള പ്ലാന്റുമായിട്ട് നാച്ചുറൽ ക്രോസിങ് നടന്നാൽ എന്തുണ്ടാവും? വെറൈറ്റൽ ഡിറ്റീരിയേഷൻ ഉണ്ടാവും. ഇനി ഇവിടെ കുറച്ച് സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. എന്താണ്? ജനറ്റിക് പ്യൂരിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ്. ദി വേരിയസ് സ്റ്റെപ്സ് ഫോർ മെയിൻറ്റെയിനിങ് ജനറ്റിക് പ്യൂരിറ്റി. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാവേ. ഒന്നാമത്തേതാണ് പ്രൊവൈഡിങ് അഡക്വേറ്റ് ഐസൊലേഷൻ ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ബൈ നാച്ചുറൽ ക്രോസിംഗ് ഓർ മെക്കാനിക്കൽ മിക്സ്ചേഴ്സ്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ടൈം ഐസൊലേഷനെ കുറിച്ചും സ്പേസ് ഐസൊലേഷനെ കുറിച്ചൊക്കെ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള ഐസൊലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ക്രോസിങ് വഴിയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ മിക്സ്ചേഴ്സ് വഴിയൊക്കെയുള്ള കണ്ടാമിനേഷൻ കുറച്ച് നമുക്ക് ജനറ്റിക് പ്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. പിന്നെ അടുത്തതാണ് റോഗിങ് ഓഫ് സീഡ് ഫീൽഡ്സ് പ്രിയർ ടു ദ സ്റ്റേജ് അറ്റ് വിച്ച് ദേ കുഡ് കണ്ടാമിനേറ്റ് ദ സീഡ് ക്രോപ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സീഡ് ഫീൽഡിലുള്ള, അതായത് ഓഫ് ടൈപ്പ് പ്ലാന്റ്സോ അല്ലെങ്കിൽ വീടോ അവയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്ലാന്റുമായിട്ട് കണ്ടാമിനേഷൻ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവയെല്ലാം പറിച്ച് കളയണം, റോഗ് ചെയ്ത് കളയണം. പിന്നെയുള്ളതാണ് പീരിയോഡിക് ടെസ്റ്റിംഗ് ഓഫ് വെറൈറ്റീസ് ഫോർ ജനറ്റിക് പ്യൂരിറ്റി. ജനറ്റിക് പ്യൂരിറ്റി കൃത്യമാണോ എന്നറിയാൻ അവയെ കൃത്യമായിട്ട് പീരിയോഡിക്കായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തതാണ് അവോയ്ഡിങ് ജനറ്റിക് ഷിഫ്റ്റ്സ് ബൈ ഗ്രോവിങ് ക്രോപ്സ് ഇൻ ഏരിയാസ് ഇൻ ദ അഡാപ്റ്റേഷൻ ഓൺലി. എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്ലാന്റ്സിൻ്റെ ഒരു അഡാപ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ വളരുന്നത് കൊണ്ട് അവിടെ ജനറ്റിക് പ്യൂരിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവയെ അഡാപ്റ്റഡ് അല്ലാത്ത മറ്റുള്ള ഏരിയാസിൽ കൊണ്ട് നട്ടിട്ട് അവയുടെ ജനറ്റിക് ഷിഫ്റ്റ്, അതായത് ഒരു ജീൻ കണ്ടൻറ്റിൽ നിന്ന് മറ്റൊരു കണ്ടൻറ്റിലേക്ക് ഷിഫ്റ്റ് ആകാതെ നമുക്ക് നോക്കണം. അതായത് അവയെ ആ ഒരു അഡാപ്റ്റഡ് ഏരിയയിൽ മാത്രം വളർത്തണം. ഇനി സർട്ടിഫിക്കേഷൻ ഓഫ് സീഡ് ക്രോപ്സ് ടു മെയിൻറ്റെയിൻ ജനറ്റിക് പ്യൂരിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സീഡ്സ്. എന്ത് ചെയ്യണം? ജനറ്റിക് പ്യൂരിറ്റിയും ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻഡ് ആണോ എന്നറിയാനായിട്ട് എന്ത് ചെയ്യും? സീഡ് ക്രോപ്സിന് നമ്മൾ സർട്ടിഫൈ ചെയ്യും അല്ലേ. ഇനി അടുത്തതാണ് അഡോപ്റ്റിംഗ് ദി ജനറേഷൻ സിസ്റ്റം. ഈ ജനറേഷൻ സിസ്റ്റം എന്താണെന്ന് അറിയാമോ? നമ്മൾ സീഡിൻ്റെ കുറേ ജനറേഷൻ പഠിച്ചിട്ടില്ലേ? ബ്രീഡർ സീഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ആരെയാണ്? ഫൗണ്ടേഷൻ സീഡിൽ നിന്ന് എന്തുണ്ടാക്കാം? സർട്ടിഫൈഡ് സീഡ്. അപ്പോൾ അതെന്താണ്? ഒരു ജനറേഷൻ സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക, പ്യൂരിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് ഉള്ള ജനറേഷൻ സെലക്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ സീഡ് എടുക്കണമെങ്കിൽ അതിന് മുന്നിലുള്ള ബ്രീഡർ സീഡിൽ നിന്ന് കറക്റ്റായിട്ട് എടുത്ത് അങ്ങനെ താഴേക്ക് സ്റ്റെപ്പ് വൈസ് പോയി നമുക്ക് ആ ജനറേഷൻ സിസ്റ്റം കീപ്പ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാളുമായി ക്രോസ് ചെയ്ത് വരുന്ന ഒരു ജനറ്റിക് ഇംപ്യൂരിറ്റി അവിടെ വരാൻ ചാൻസ് കുറയ്ക്കാം. പിന്നെയാണ് ഗ്രോ ഔട്ട് ടെസ്റ്റ്. അപ്പോൾ ജനറ്റിക് പ്യൂരിറ്റിയുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് ഗ്രോ ഔട്ട് ടെസ്റ്റ്. ഇതും ചെയ്തുകൊണ്ട് നമുക്ക് ജനറ്റിക് പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ കഴിയും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് സീഡ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ, അതായത് SRR. S for seed, R for replacement and R for ratio. Seed replacement ratio എന്താണെന്ന് നമുക്ക് നോക്കാം. It is the percentage of area sown out of the total area of crop planted in the season by using certified or quality seeds other than the farm saved seeds. നോക്കിയേ, അടുത്ത സെൻറ്റൻസും കൂടി നോക്കിയേ. How much of the total cropped area was sown with certified seed in comparison to farm saved seed? ഇതൊന്നും കേട്ടിട്ട് ഞെട്ടണ്ട. ഇതെന്താണെന്ന് അറിയാമോ? നമുക്ക് ടോട്ടലായിട്ടൊരു ഏരിയ ഉണ്ടെന്ന് കരുതുക. ആ ഏരിയയിൽ ഞാൻ സീഡ് നടുകയാണ്. എന്ത് വെച്ചിട്ടാണ്? സർട്ടിഫൈഡ് സീഡ്സ് നടത്തുന്നുണ്ട്, പിന്നെ ഞാൻ എൻ്റെ ഫാമിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സീഡ്സ് നടുന്നുണ്ട്. അപ്പോൾ ഈ സീഡ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ എത്രമാത്രം ക്വാളിറ്റി സീഡ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് സീഡ് നട്ടു, എവിടെയാണ് മൊത്തത്തിൽ ആ ഒരു സീസണിൽ മൊത്തം ടോട്ടൽ ക്രോപ്പ്ഡ് ഏരിയയിൽ എത്ര പെർസെൻറ്റേജ് ഞാൻ ക്വാളിറ്റി അല്ലെങ്കിൽ സർട്ടിഫൈഡ് സീഡ് നട്ടു എന്നുള്ളതാണ് സീഡ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ. മനസ്സിലായോ? ടോട്ടൽ ഏരിയയിൽ ഞാൻ സർട്ടിഫൈഡ് സീഡും നട്ടു, ഫാം സേവ്ഡ് സീഡും നട്ടു അല്ലേ? ആ അത്രയും ഏരിയയിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഞാൻ സർട്ടിഫൈഡ് അല്ലെങ്കിൽ ക്വാളിറ്റി സീഡ്സ് നട്ടതെന്നാണ് സീഡ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ പോർഷനിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തരാം. ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇൻഫോം ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സീഡ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ? നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. SRR അതായത് സീഡ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ, അതിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊരു ഫോർമുല ഇട്ടിട്ടില്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഫോർമുല അപ്ലൈ ചെയ്ത് എഴുതി വെക്കേണ്ട ഒരാവശ്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കി, സീഡ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏരിയ സോൺ ബൈ യൂസിങ് സർട്ടിഫൈഡ് ഓർ ക്വാളിറ്റി സീഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ക്രോപ്ഡ് പ്ലാന്റ് ഇൻറ്റു 100. അതായത് ടോട്ടൽ ഏരിയ ഓഫ് ക്രോപ്ഡ് പ്ലാന്റിൽ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ സർട്ടിഫൈഡ് സീഡ് അല്ലെങ്കിൽ ക്വാളിറ്റി സീഡ് യൂസ് ചെയ്ത് നട്ടതെന്ന്. അപ്പോൾ സീഡ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോയുടെ ഡെഫിനിഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തതാണ്, വാട്ട് ഈസ് ദി ജനറ്റിക് പ്രിൻസിപ്പിൾ ഓഫ് സീഡ് പ്രൊഡക്ഷൻ? സീഡ് പ്രൊഡക്ഷൻ്റെ ജനറ്റിക് പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ വാട്ട് ആർ ദ വേരിയസ് സ്റ്റെപ്സ് സജസ്റ്റഡ് ഫോർ മെയിൻറ്റെയിനിങ് ജനറ്റിക് പ്യൂരിറ്റി? അപ്പോൾ ജനറ്റിക് പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും എഴുതണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.